Today's topic is Articles of Association. Articles of Association is the second important document a company is maintained. It contains all the rules, regulations, and bylaws for the internal management of the company. It is subordinate to the Memorandum of Association. Articles of Association lays down the modes in which the objects of company are to be carried out by the members. നമ്മുടെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്ട്സ് ഓഫ് ദ കമ്പനി അല്ലെങ്കിൽ പവേഴ്സ് ആൻഡ് ഒബ്ജക്ട്സ് ഓഫ് ദ കമ്പനിയാണ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത്. ഹൗ എ കമ്പനി ഡീൽസ് വിത്ത് ഔട്ട്സൈഡേഴ്സ്, ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ MOA. ഇതിൻ്റെ ബേസിൽ ആ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി എങ്ങനെയൊക്കെ കമ്പനിക്ക് വർക്ക് ചെയ്യാം എന്നുള്ള ഇറ്റ്സ് ഇൻറ്റേർണൽ അഫയേഴ്സാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഇസ് സബോർഡിനേറ്റ് ടു മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഈസ് പ്രിപ്പയറിംഗ് ഓൺ ദ ബേസിസ് ഓഫ് വാട്ട് ഈസ് പ്രിപ്പയർഡ് ഓർ വാട്ട് ഈസ് മെൻഷൻഡ് ഇൻ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അൺലിമിറ്റഡ് കമ്പനി, അതായത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അൺലിമിറ്റഡ് കമ്പനീസിനെയൊക്കെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അവരെല്ലാം ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. But in case of public companies limited by shares, articles of association preparation is not essential. It can prepare its own articles of association not according to the Companies Act or other rules. And അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഇതല്ല അവർ പ്രിപ്പയർ ചെയ്തിട്ടില്ല എങ്കിൽ അവർക്ക് ടേബിൾ എ ഓഫ് ദ കമ്പനീസ് ആക്ട് ടേബിൾ എ ഓഫ് ഷെഡ്യൂൾ 1 ഓഫ് കമ്പനീസ് ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുക. അതെന്ന് വെച്ചാൽ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ്റെ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിൻ്റെ ഫോമാണ് ഈ ടേബിൾ എ ഓഫ് ഷെഡ്യൂൾ 1 എന്ന് പറയുന്നത്. ആ ഫോം നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഓരോ ടൈപ്പ് ഓഫ് കമ്പനീസിനും ഓരോ ഫോം, ടേബിൾ ABCD അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത് ടേബിൾ F തൊട്ടാണ്. അതും അതിൽ ഉണ്ട്, മനസ്സിലാക്കിയാൽ മതി. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് സംടൈംസ് ചിലപ്പോൾ ചോദിച്ചേക്കാം എന്നേ ഉള്ളൂ. നെക്സ്റ്റ് വി നീഡ് ടു സീ contents of articles of articles of association. Contents of articles of association എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്? വാട്ട് ഈസ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് കണ്ടെയ്ൻസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിച്ച് ആർ ഫ്രെയിംഡ് ഫോർ ദി ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് ഓഫ് കമ്പനി. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കമ്പനിയുടെ ആക്ടിവിറ്റീസ്, ഇൻറ്റേർണൽ അഫയേഴ്സ് എങ്ങനെയൊക്കെ ആയിരിക്കണം. അപ്പോൾ ഇൻറ്റേർണൽ അഫയേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ഷെയറിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ് എങ്ങനെയൊക്കെ എക്സിക്യൂട്ട് ചെയ്യണം, അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ ഉള്ള പ്രൊവേഴ്സ് ആൻഡ് ഒബ്ജക്ട്സ് അനുസരിച്ച് ഇവരുടെ ആക്ടിവിറ്റീസ് എങ്ങനെ ചെയ്യണം എന്നുള്ള എല്ലാ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും കണ്ടൻസിൽ ഇൻക്ലൂഡ് ചെയ്യും. അത് ടെക്സ്റ്റിൽ ആ ലിസ്റ്റ് 19 കണ്ടൻസ് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്, അത് നോക്കുക. The articles of association of a private company must also contain 3 statutory restrictions also. Private company restrictions നമുക്കറിയാം, restrictions to transfer of shares and restrictions on membership to maximum 200. അതുപോലെ തന്നെ restrictions on issue of prospectus, പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതിലുള്ള റെസ്ട്രിക്ഷൻ. ഈ കാര്യങ്ങളെല്ലാം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും ഉണ്ടായിരിക്കണം. ഇത്രയാണ് കണ്ടൻസ് ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഓൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ നോക്കിയതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ ഓൾട്ടറേഷൻ ക്യാൻ ബി ഡൺ അറ്റ് എനി ടൈം ബൈ ദ കമ്പനി, ബട്ട് ഇൻ സം ടൈംസ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ ഓൾട്ടറേഷൻ ചെയ്യുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു അപ്രൂവലും കൂടെ വേണ്ടി വരും. അത് ഏതൊക്കെ കേസിലാണെന്ന് നോക്കാം. പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനിയാക്കി മാറ്റുമ്പോഴും, അതുപോലെ തന്നെ റെമ്യൂണറേഷൻ ഓഫ് ഡയറക്ടർ, മാനേജിംഗ് ഡയറക്ടർ, ഹോൾ ടൈം ഡയറക്ടറിൻ്റെ റെമ്യൂണറേഷൻ ഇൻക്രീസ് ചെയ്യുന്ന കേസിലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ആവശ്യമായി വരും. അല്ലാത്ത സമയത്തൊക്കെ എ കമ്പനി ക്യാൻ ഓൾട്ടർ ഇറ്റ്സ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ബൈ പാസിങ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തുകൊണ്ട് കമ്പനിക്ക് അവരുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഏത് സമയത്തും ചേഞ്ച് ചെയ്യാം. 2 കേസിൽ മാത്രം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. അത്
ഒന്ന് പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി ആക്കുമ്പോഴും, ഒന്ന് ഡയറക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോഴും. അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കേണ്ടത് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. ഇതെല്ലാം 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്, കോർപ്പറേറ്റ് വീൽസ് 4 മാർക്സും ചോദിക്കാം. അപ്പോൾ ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറയുന്നത് ഒരു മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനും ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും രജിസ്റ്റേർഡ് വിത്ത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ്. ആ ഒരു ഡോക്യുമെൻ്റ് ആണ്. അവിടെ നമ്മൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നമ്മൾ രജിസ്ട്രേഷൻ്റെ സമയത്ത് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ് ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനും. ഈ ഡോക്യുമെൻ്റ് എപ്പോഴും പബ്ലിക്കിന് അവൈലബിൾ ആണ്. ഈ ഓഫീസ് ഓഫ് രജിസ്ട്രാർ ഈസ് എ പബ്ലിക് ഓഫീസ്. ദെയർഫോർ ഓൺ രജിസ്ട്രേഷൻ ദീസ് ഡോക്യുമെൻറ്റ്സ് ബിക്കം പബ്ലിക് ഡോക്യുമെൻറ്റ്. ഈ പറയുന്ന ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ, അതായത് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും പബ്ലിക്കിന് അവൈലബിൾ ആയ സ്ഥിതിക്ക് പബ്ലിക്കിനോട് പിന്നീട് സ്പെഷ്യലായിട്ട് കമ്പനി ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടി വരത്തില്ല എന്നാണ് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് പറയുന്നത്. These documents are open for public inspection in registrar's office. It is therefore the duty of every person dealing with the company to inspect these documents and make sure that his contract with the company is in accordance with the provisions of these documents. ഈ കമ്പനിയുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ താല്പര്യമുള്ള ആരാണോ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവർ ആ ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്യാൻ അവർക്ക് ഏബിളാണ്, അവർക്ക് അവൈലബിൾ ആണ്. എന്നിട്ട് അവരത് ചെക്ക് ചെയ്തിട്ടായിരിക്കണം കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അപ്പം അവർ അതറിയാതെ, അവരത് നോക്കാതെ കമ്പനിയായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് എ റെസ്പോൺസിബിലിറ്റി ഓഫ് കമ്പനി ഇഫ് ദർ ഇസ് എനി പ്രോബ്ലം ടു ദ പാർട്ടി ഹൂ ഈസ് എൻറ്റേർഡ് ഇൻ ദ കോൺട്രാക്ട് വിത്ത് ദ കമ്പനി. അതാണ് ഈ ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറയുന്നത്. ഇത് കാണാതെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ട് പിന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ കമ്പനിയെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നാണ് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് പറയുന്നത്. പക്ഷേ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനൊരു എക്സെപ്ഷൻ